നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ട റോസ്റ്റാണ്. ഒരു പ്രത്യേക രുചിക്കൂട്ടിലെ കൂടാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഇത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലോട്ട് 3-4 മുട്ടയിട്ട് മുട്ടയ്ക്ക് മേളിൽ നിൽക്കണം വെള്ളം അങ്ങ് ഒഴിച്ച് നമുക്ക് അടപ്പിലോട്ട് വെക്കാം. അതിനകത്ത് അല്പം നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ ഈ മുട്ട ഒന്ന് ഇളക്കിക്കണം. ഒരു സൈഡിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞക്കരു ഒരു സൈഡിലോട്ട് തന്നെ വരും. നമ്മളൊന്ന് ഇളക്കി അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടുവാണെങ്കിൽ ആ മഞ്ഞക്കരു നടുക്ക് തന്നെ നിൽക്കും. നമുക്കിനി മുട്ട വെന്തിട്ടുണ്ട്. ഈ മുട്ട എടുത്ത് നമുക്ക് ഈ തണുത്ത വെള്ളത്തിലോട്ട് വെക്കാം. വെള്ളത്തിലോട്ട് വെക്കാം. നമുക്കിനി മുട്ട റോസ്റ്റിന് വേണ്ട സാധനം എന്ന് പറഞ്ഞത്, ഞാൻ 4 പേർക്കുള്ള മുട്ട റോസ്റ്റാണ് എടുക്കുന്നത്. 4 മുട്ടയാണ്. അതുകൊണ്ട് ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്, 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 8-10-12 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിയാപ്പില, 2 വറ്റൽമുളക്. ഇത്രയാണ് നമുക്ക് ഇനി വേണ്ടുന്ന സാധനങ്ങൾ. നമുക്കിനി ഒരു പാനിലെടുത്ത് വെക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാനിലൊന്ന് ചൂടാവണം. നമുക്ക് പാനിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് മുട്ട റോസ്റ്റിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പം കടുക് ഇടാം. കടുക് പൊട്ടിയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ. കടുക് ഒന്ന് പൊട്ടട്ടെ. നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഈ 2 വറ്റൽമുളക് ഇടാം. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചച്ചെറി ഒന്ന് മാറണം. ഇനി കുറച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ട് ഇതിൻ്റെ പച്ചച്ചെറി ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ സവാള അങ്ങ് ഇടാം. സവാള നമുക്ക് ബ്രൗൺ കളർ പോലെ ആവേണ്ട. സവാള ഒന്ന് വന്നൊന്ന് വെന്താൽ മാത്രം മതി. അതിനകത്തോട് നമുക്ക് ഈ പച്ചമുളകും കൂടെ അങ്ങിടാം. എന്തെങ്കിലും പച്ചമുളക് അങ്ങിടാം. മുട്ട റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനെല്ലാം ചെയ്യാനും എളുപ്പമുള്ളൊരു കറിയാണ് മുട്ട റോസ്റ്റ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ മുട്ട റോസ്റ്റ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അത് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ്, ഇഷ്ടമുള്ളതാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വാടിയാൽ മതി. നമുക്കിനി ഇതിനൊന്ന് വാടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പിടാം. അപ്പോൾ അത് വാടുകയും ചെയ്യും, ആ ഉള്ളിക്ക് നല്ല ഉപ്പ് കിട്ടുകയും ചെയ്യും. നമുക്ക് അന്നേരം കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇനി അതിനകത്തോട്ട് 2 കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് വെന്ത് വരണം. എന്നാൽ ബ്രൗൺ കളർ ആവണ്ട. ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1.5 സ്പൂണ് ചേർക്കുക. പിന്നെ അതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ്, 1 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നു. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ 1/2 സ്പൂണ് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്ക് അതിനകത്തോട്ട് തന്നെ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കൂടി ഈ തക്കാളിയും കൂടെ അതിനകത്തോട്ടിടാം. ജസ്റ്റ് ഒന്ന് വാടണം, ഒന്ന് ഇതായാൽ മതി. അതിനകത്തോട്ട് ഇതൊന്ന് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അല്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഈ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കാം. തോനെയും വേണ്ട, 1/2 ഗ്ലാസ് വെള്ളം. ഇത്രയും വെള്ളം മാത്രം മതി.
ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. നല്ല എരിവുണ്ട്, നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു നുള്ളൂടെ വേണം വെള്ളം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി വന്നിട്ട് ഒന്നൊന്ന് മിക്സായിട്ട് നമുക്ക് മുട്ടയിടണം. നമുക്ക് മുട്ടയെല്ലാം പൊളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് മുട്ട ഇങ്ങനെ വരിയാം, കാരണം അതിൻ്റെ ഉപ്പ് എരിവ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരിയുന്നത്. അപ്പോൾ ആ റോസ്റ്റിനകത്ത് മുട്ട ആ എരിവെല്ലാം പിടിക്കും, അന്ന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഉപ്പും എരിവും പിടിക്കുമ്പോഴല്ലേ മുട്ടയ്ക്ക് ടേസ്റ്റ് കൂടുതലല്ലേ. നമുക്കിനി ഇത് അതിനകത്തോട്ട് ഇടാം. ഉണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇതെല്ലാം ഒന്ന് അടച്ച് വെക്കാം. ഇതെല്ലാം മിക്സ് ആക്കി വെക്കാം. ഇതിൻ്റെ അകത്തോട്ട് പൊതിഞ്ഞ് വെക്കണം, എന്നാലും ഈ ഉപ്പ് എരിവ് എല്ലാം പിടിക്കത്തുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ഈ ഉപ്പ് എരിവ് എല്ലാം ഇതിനകത്ത് പിടിക്കും. ഉള്ളിക്കകത്തോട്ട് ഇതെല്ലാം പൊതിഞ്ഞ് വെക്കണം. എന്നാൽ ഇത് ചാറ് കാണത്തില്ല, ഉള്ളി വയണ്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ അന്നേരം ഇതിനകത്തോടെ എല്ലാം ചേർത്തിട്ട് ഈ ഉപ്പ്, ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം ഈ മുട്ടയ്ക്കകത്ത് പിടിക്കണം. അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി മിക്സ് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വിഭവമാണ് മുട്ട റോസ്റ്റ് നമ്മുടെ വീട്ടിൽ. പിന്നെ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. അതുപോലെ നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസൊക്കെ അയക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.